തമിഴ്നാട്ടിൽ ബിജെപിക്ക് തിരിച്ചടി. എഐഡിഎംകെ എൻഡിഎ വിട്ടു. തമിഴ്നാട്ടിൽ ബിജെപിയുമായി സഖ്യത്തിനില്ല എന്ന് ഡി ജയകുമാർ വ്യക്തമാക്കി. ബിജെപി വെറും ഭാണ്ഡമല്ല, വിഴുപ്പ് ഭാണ്ഡമാണെന്ന് ഡി ജയകുമാർ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സഖ്യത്തെക്കുറിച്ച് ആലോചിക്കുമെന്നും ഡി ജയകുമാർ പറഞ്ഞു. ന്യൂസ് ഡെസ്കിൽ നിന്ന് എം.ജി. മിഥുൻ ചേരുന്നു. മിഥുൻ, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സഖ്യത്തെക്കുറിച്ച് ആലോചിക്കുമെന്നുള്ള വാക്കിനെ, ഡി ജയകുമാറിന്റെ പ്രസ്താവനയെ കൂടി ഏത് രീതിയിലാണ് വ്യാഖ്യാനിക്കേണ്ടത്? പെട്ടെന്ന് മുന്നണി വിടാനുള്ള കാരണം എന്തായിരുന്നു? അപർണ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തമിഴ്നാട്ടിൽ ബിജെപിക്ക് വലിയ തിരിച്ചടി തന്നെയാണ് എഐഡിഎംകെ ഈ ഒരു സഖ്യത്തിൽ നിന്ന് വിട്ടുപോകുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, നേരത്തെ ഡിഎംകെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ വലിയ തിരിച്ചടി എഐഡിഎംകെയും ഒപ്പം തന്നെ എൻഡിഎ സഖ്യത്തിനും നേരിടേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അവർ നിലപാട്, അതായത് മാസങ്ങൾ ശേഷിക്കെ അവർ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഐഡിഎംകെ എൻഡിഎ സഖ്യത്തിനൊപ്പം ഉണ്ടാകില്ല എന്ന് അവരുടെ നേതാവ് ഡി ജയകുമാർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. അതായത് നേരത്തെ ഈ ദ്രാവിഡ മുന്നേറ്റ നേതാവ് കൂടിയായിട്ടുള്ള CN അണ്ണാദുരയെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വലിയ രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതിനെതിരെയായിരുന്നു വലിയ രീതിയിൽ നേതാക്കളൊക്കെ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് തൻ്റെ പാർട്ടി പ്രവർത്തകർ വെച്ചു പൊറുപ്പിക്കില്ല എന്നുള്ള രൂക്ഷമായ വിമർശനമൊക്കെ തന്നെ എഐഡിഎംകെയുടെ നേതാക്കളൊക്കെ തന്നെ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് അവർ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു തീരുമാനം, അതായത് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ മുന്നേറ്റം നടത്തുന്നതിന് വേണ്ടി ഒപ്പം തന്നെ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ വലിയ യാത്രയൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പദയാത്രയൊക്കെ സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കന്യാകുമാരിയിൽ നിന്നും 120 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയൊക്കെ തന്നെ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം. അത് നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ എഐഡിഎംകെ അവരുടെ പ്രധാനപ്പെട്ട കക്ഷി കൂടിയായിട്ടുള്ള എഐഡിഎംകെ ഈ സഖ്യത്തിൽ നിന്ന് വിട്ടുപോകുന്നു എന്നുള്ളതാണ്. അത് തമിഴ്നാട്ടിനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഈ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ തർക്കം ഈ അടുത്ത സമയത്ത് വലിയ രീതിയിൽ ഉടലെടുത്തിരുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന ബിജെപിയെ സംബന്ധിച്ച്, തമിഴ്നാട്ടിലെ ബിജെപിയെ സംബന്ധിച്ച് ഈ ഒരു വലിയ തിരിച്ചടി തന്നെയാണ് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടി വരും. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടർന്ന് ചർച്ചകൾ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം കെ അണ്ണാമലൈ വ്യക്തമാക്കിയതായിരുന്നു. എഐഡിഎംകെയുമായി ബന്ധപ്പെട്ട് സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ടും ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുമായി കേന്ദ്രീകരിച്ച് ചർച്ചകൾ നടക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം സീറ്റ് വിഭജന ചർച്ചകളിലേക്കൊക്കെ കടക്കുമെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം അറിയിച്ചതാണ്. അതിന് പിന്നാലെയാണ് സഖ്യം വിടുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. മിഥുൻ, അണ്ണാമലയുടെ പരാമർശങ്ങൾ ഇതിനു മുൻപും വിവാദമായതാണ്. ആ സമയത്ത് ബിജെപി ദേശീയ നേതൃത്വം നേരിട്ട് ഇടപെട്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നല്ലോ. ഇപ്പോഴും ഈ ദേശീയ തലത്തിൽ ഈ സഖ്യം വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എഐഡിഎംകെയും കടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾക്കുള്ള ഒരു സാധ്യത തുറന്നിട്ടിട്ടുണ്ടോ? എടപ്പാടി പളനിസ്വാമി ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണമുണ്ടോ? ഡി ജയകുമാർ മാത്രമാണോ പ്രതികരിച്ചിരിക്കുന്നത്? മിഥുൻ, വളരെ പ്രധാനമായിട്ടുള്ളത് ഇത് ആദ്യമായിട്ടല്ല, നേരത്തെ തന്നെ ഇത്തരം വിവാദങ്ങളിലേക്ക് പോയതാണ്. നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ തന്നെ അണ്ണാമലൈ വിഷയത്തിനകത്ത് എഐഡിഎംകെതിരെ പ്രതികരിക്കുക, ബിജെപി നേതൃത്വം ഇടപെട്ട് അത് പരിഹരിക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. ഇനിയും ഒരു ചർച്ചയ്ക്കുള്ള ഒരു പ്ലാറ്റ്ഫോം ബാക്കി നിൽക്കുന്നുണ്ടോ? ദേശീയ തലത്തിൽ പ്രത്യേകിച്ച് സഖ്യം ഉപേക്ഷിക്കാത്ത ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ഒപ്പം ഡി ജയകുമാറിന്റെ മാത്രം ഒരു പ്രസ്താവനയാണോ എഐഡിഎംകെയുടേതായി വന്നിരിക്കുന്നത്? പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഈ വിഷയത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ടോ? അപർണ, അതുതന്നെയാണ്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എടപ്പാടി പളനിസ്വാമിയോ അല്ലെങ്കിൽ മറ്റ് നേതാക്കളോ ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഒരു വിശദീകരണം നൽകിയിട്ടില്ല. അവരുടെ ഡി ജയകുമാർ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവന ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നത്, അതായത് മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള ആളുകളെ, അതായത് അന്തരിച്ച ജയലളിത ഉൾപ്പെടെയുള്ള നേതാക്കളെയൊക്കെ തന്നെ നിരന്തരം ഇദ്ദേഹം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അപമാനിക്കുന്നുണ്ട്. അത് നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ നേരത്തെ കേന്ദ്ര നേതൃത്വത്തോട് ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. കൂടാതെ ഈ സീറ്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ചർച്ചകൾ, അതായത് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ തന്നെ എഐഡിഎംകെയിലും ഒപ്പം തന്നെ ബിജെപിയിലും ഉണ്ടായിരുന്നു. ചില സീറ്റുകൾ, അതായത് കോയമ്പത്തൂർ അടക്കമുള്ള പ്രധാനപ്പെട്ട സീറ്റുകളൊക്കെ തന്നെ തങ്ങൾക്ക് വേണമെന്നുള്ള ആവശ്യം നേരത്തെ ബിജെപി നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്നു. അവിടെ നമുക്കറിയാം, കഴിഞ്ഞ ഇ.ഡി. കുരുക്കിൽ കുടുക്കിയ ആളുകളെ ഉൾപ്പെടെ തന്നെ ആ മത്സരത്തിൽ അന്ന് അണ്ണാമലൈ വലിയ ദയനീയമായ രീതിയിൽ തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സീറ്റുകളൊക്കെ തന്നെ, അവിടെ ആ കേന്ദ്രീകരിച്ചുള്ള മേഖലയിലുള്ള സീറ്റുകളൊക്കെ തന്നെ
തങ്ങൾക്ക് വേണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ ചർച്ചകൾ ചെയ്ത് തീരുമാനിക്കാം, ഒപ്പം തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്നുള്ള നിലപാട് നേരത്തെ തന്നെ AIADMK നേതൃത്വം വിശദീകരിച്ചിരുന്നു. ഒപ്പം തന്നെ അമിത്ഷാ തമിഴ്നാട്ടിലെത്തിയപ്പോഴും ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ ആ കാര്യത്തിലൊന്നും തന്നെ ഒരു ധാരണയാവുകയും ചെയ്തിരുന്നില്ലായിരുന്നു. പിന്നീടാണ് രൂക്ഷമായ ഭാഷയിൽ മുൻ നേതാക്കളെ അപമാനിക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ BJP സംസ്ഥാന പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും എന്നിരുന്നത്. അതിനെതിരെയാണ് വലിയ രീതിയിലുള്ള പരാതി നേരത്തെ കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇക്കാര്യത്തിലൊന്നും വലിയ ചർച്ചകളൊന്നും നടക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമായിരുന്നു എന്തായാലും ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇപ്പോൾ അവർ നിലപാട് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് AIADMKയുടെ ഔദ്യോഗിക നിലപാടാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അത് അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവരുടെ പ്രധാനപ്പെട്ട നേതാവുമായിട്ടുള്ള D. ജയകുമാറാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി NDAക്കൊപ്പം ഉണ്ടാകില്ല എന്ന് അവർ തീരുമാനമെടുത്തിരിക്കുന്നു. ഇന്ത്യ സഖ്യം രൂപീകരിച്ചതിന് ശേഷം പിന്നീട് NDAയുടെ വിശാല നേതൃയോഗങ്ങളൊക്കെ ചേർന്ന് നമ്മൾ കാണുകയും ചെയ്തായിരുന്നു. അന്ന് 32 പാർട്ടികൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിൽ AIADMK പ്രധാന പാർട്ടി കൂടിയായിരുന്നു, തമിഴ്നാടിനെ കേന്ദ്രീകരിച്ച് പങ്കെടുത്ത പാർട്ടി കൂടിയായിരുന്നു. പക്ഷേ ഇനി ആ സഖ്യത്തിൽ അവർ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. MG മിഥുൻ വിവരങ്ങൾ. മറ്റ് വാർത്തകൾ നോക്കാം. പഴയ പാർലമെന്റ് മന്ദിരത്തിലെ അവസാന സമ്മേളനത്തിൽ ചരിത്ര സംഭവങ്ങൾ ഓർത്തെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും GST നടപ്പാക്കിയതും 75 വർഷത്തെ നേട്ടമായി മോദി എണ്ണിപ്പറഞ്ഞു. മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് വോട്ടിന് കോഴയ്ക്ക് പാർലമെന്റ് സാക്ഷ്യം വഹിച്ചതായും പ്രതിപക്ഷത്തെ ഉന്നമിട്ട് പ്രധാനമന്ത്രി പരാമർശിച്ചു. നാളെ മുതൽ പുതിയ പാർലമെന്റ് മന്ദിരത്തിലാണ് സമ്മേളനം. പാർലമെന്റിന്റെ പടികൾ തൊട്ടുവന്തിച്ചുള്ള ലോക്സഭാ പ്രവേശനം ഓർത്തെടുത്തായിരുന്നു പാർലമെന്റിന്റെ 75ാം ചരിത്രത്തെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം. ചന്ദ്രയാന്റെയും G20യുടെയും വിജയം നേട്ടമായി മോദി ഉയർത്തിക്കാട്ടി. GST നടപ്പാക്കിയതും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയതും 75 വർഷത്തിനിടയിലെ സുപ്രധാന സംഭവങ്ങളായി പരാമർശിച്ച പ്രധാനമന്ത്രി അടിയന്തരാവസ്ഥയും വോട്ടിന് കോഴക്കേസും ഉന്നയിച്ച കോൺഗ്രസിനെ വിമർശിക്കാനും മറന്നില്ല. വനിതാ സംവരണ ബില്ല് പാസാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ വനിതാ എംപിമാർ പാർലമെന്റിന്റെ അഭിമാനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. इसी सदन में मनमोहन जी की सरकार कैश फॉर वोट को भी, उस कांड को भी सदन ने देखा है. आदरणीय अध्यक्ष जी, सबका साथ सबका विकास का मंत्र, अनेक ऐतिहासिक निर्णय, दशकों से लंबित विषय, उनका स्थायी समाधान भी इसी सदन में हुआ. ജവഹർലാൽ നെഹ്റു മുതൽ വാജ്പേയി വരെ വിട പറഞ്ഞ പ്രധാനമന്ത്രിമാരെ മോദി സ്മരിച്ചു. പുതിയ മന്ദിരത്തിലേക്ക് മാറിയാലും പഴയ മന്ദിരം തലമുറകളെ പ്രചോദിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി. जहां पंडित जी को इसलिए भी याद किएगा, अनेक बातों के लिए याद करेगा, लेकिन हम जरूर याद करेंगे इसी सदन में पंडित नेहरू का एट द स्ट्रोक ऑफ मिडनाइट की गूंज हम सबको प्रेरित करती रहेगी. और इसी सदन में अटल जी ने कहा था, वो शब्द आज भी गूंज रहे हैं इस सदन में, सरकारें आएगी जाएगी, पार्टियां बनेगी बिगड़ेगी, लेकिन ये देश रहना चाहिए. പുതിയ മന്ദിരത്തിലേക്ക് മാറിയതുകൊണ്ട് കാര്യമില്ലെന്നും രാഷ്ട്രീയ സമീപനത്തിനാണ് മാറ്റം വേണ്ടതെന്നും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. अब जो मजबूत विपक्ष है तो उसको ED CBI कमजोर कैसा करना इधर है. अगर कोई है भी है इमीडिएटली उसको लेना, कमजोर करना, फिर वॉशिंग मशीन में डालना, क्लीन होके बाहर आना, वहीं पर परमानेंट है. നാളെ പുതിയ മന്ദിരത്തിലാണ് സഭ ചേരുക. 8 ബില്ലുകളാണ് സമ്മേളനത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വനിതാ സംവരണ ബില്ല് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇക്കാര്യം ചർച്ച ചെയ്ത വനിതാ സംവരണ ബില്ല് സഭയിലെത്തുമെന്നും വിവരമുണ്ട്. അതേസമയം സർക്കാരിന് ഇക്കാര്യത്തിൽ ഗൂഢലക്ഷ്യമുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിലെ അന്വേഷണം കേരള ബാങ്കിലേക്കും വ്യാപിപ്പിച്ച് ED. കേരള ബാങ്ക് വൈസ് പ്രസിഡന്റും തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ MK കണ്ണനെതിരെയും അന്വേഷണം ആരംഭിച്ചു. കേസിൽ തൃശൂർ ജില്ലയിൽ 6ഇടത്തും എറണാകുളം ജില്ലയിൽ ഒരിടത്തും ED റെയ്ഡ് നടത്തി. കേസിൽ ഒന്നാം പ്രതിയായ P. സതീഷ് കുമാർ നടത്തിയത് 500 കോടിയുടെ തട്ടിപ്പാണെന്ന് ED. സതീഷ് കുമാർ ചില പ്രമുഖരുടെ മാനേജർ മാത്രമെന്നും ED പറഞ്ഞു. കരുവന്നൂർ തട്ടിപ്പിൽ മുൻ MP PK ബിജുവിനെയും ED ചോദ്യം ചെയ്യും. ഇതിനായി ഉടൻ നോട്ടീസ് നൽകും. വിവരങ്ങളുമായി HV നന്ദകുമാർ ചേർന്നു. നന്ദകുമാർ, കൂടുതൽ
CPM നേതാക്കളിലേക്ക് അന്വേഷണം കടക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുക, കൂടുതൽ കോടികളുടെ ഇടപാട് നടന്നു എന്നുള്ള തെളിവുകൾ വരിക, എത്രത്തോളം നിർണായകമായ രീതിയിലേക്ക് അന്വേഷണം മാറുന്നു? അപർണ, വളരെ നിർണായകമായ റെയ്ഡാണ്. അത് മാത്രമല്ല, അതിലുപരിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ ED നടത്തുന്നത്. പ്രധാനമായും കരുവന്നൂരിന് പുറമെ മറ്റ് സഹകരണ ബാങ്കുകളിലേക്കും ഇപ്പോൾ പരിശോധന വ്യാപിപ്പിക്കുകയാണ്. അത് മാത്രമല്ല, ഇന്ന് തന്നെ കേരള ബാങ്കുകളിലേക്കും ഇത്തരത്തിൽ പരിശോധന ആരംഭിക്കാനാണ് EDയുടെ ഒരു തീരുമാനം. പ്രധാനമായും ആദ്യം ഇത്തരത്തിൽ 300 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് ED PMLA കോടതിയിൽ അറിയിച്ചിരുന്നത്. പക്ഷേ ഇതിന്റെ വ്യാപ്തി ചെറുതല്ല എന്ന് മനസ്സിലാക്കിയ ED കൂടുതൽ അന്വേഷണം നടത്തുകയും ഇത്തരത്തിൽ റെയ്ഡ് നടത്തിയതിലൂടെ ഏകദേശം 500 കോടിക്ക് മുകളിലേക്ക് തട്ടിപ്പുകൾ വ്യാപിപ്പിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ EDയുടെ ഒരു കണക്കുകൂട്ടൽ. പ്രധാനമായും ഇപ്പോൾ EDയുടെ കസ്റ്റഡിയിലുള്ള ഒന്നാം പ്രതി സതീഷ് കുമാർ, കരുവന്നൂർ തട്ടിപ്പ് കേസിലെ ഒന്നാം പ്രതി സതീഷ് കുമാർ നടത്തിയത് 500 കോടി രൂപയുടെ ഇടപാടാണ് എന്നാണ് ഇപ്പോൾ ED പറയുന്നത്. പ്രധാനമായും ഈ സതീഷ് കുമാർ ചില പ്രമുഖരുടെ മാനേജർ മാത്രമാണെന്നാണ് ഇപ്പോൾ EDയുടെ കണ്ടെത്തൽ. പ്രധാനമായും പല ഉന്നത ബന്ധമുള്ള CPM നേതാക്കൾക്ക് ഇതിൽ ബന്ധമുണ്ട്. അവരുടെ മാനേജർ, അവരുടെ ബിനാമി എന്ന രീതിയിൽ മാത്രമാണ് സതീഷ് കുമാർ ഇത്രയും കാലം പ്രവർത്തിച്ചിരുന്നത് എന്നാണ് EDയുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. പ്രധാനമായും സതീഷ് കുമാർ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയ സ്ഥാപനങ്ങളിലേക്കും ഇപ്പോൾ ED ഇത്തരത്തിൽ റെയ്ഡ് നടത്തുന്നുണ്ട്. വിയൂരിലെ അക്ഷയശ്രീ നിധി ലഭിച്ചിടുന്ന ധനകാര്യ സ്ഥാപനത്തിലും ഇപ്പോൾ റെയ്ഡ് നടത്തുകയാണ്. അത് മാത്രമല്ല, ഇന്ന് രാവിലെ മുതൽ നടത്തിയ റെയ്ഡിൽ തൃശ്ശൂരിലുള്ള ആധാരം എഴുതുന്ന 3 പേരുടെ സ്ഥാപനങ്ങളിലും ST ജ്വല്ലറിയുടെ ഉടമ സുനിൽകുമാറിന്റെ വീട്ടിലും 2 സഹകരണ ബാങ്ക്, അതായത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്കും അയ്യന്തോൾ സഹകരണ ബാങ്കിലും ഇത്തരത്തിൽ റെയ്ഡ് നടത്തിയിരുന്നു. അത് മാത്രമല്ല, കരുവന്നൂർ തട്ടിപ്പ് കേസിലെ 2ാം പ്രതി കിരണിന്റെ സുഹൃത്ത് ദീപകിന്റെ വീട്ടിലും, എറണാകുളത്തുള്ള ദീപകിന്റെ വീട്ടിലും ഇപ്പോൾ പരിശോധനയും റെയ്ഡും അടക്കം തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പുലർച്ചെ കൊച്ചിയിൽ നിന്ന് 40 അംഗ സംഘമാണ് ഇത്തരത്തിൽ എറണാകുളത്തും തൃശ്ശൂരിലും ED സംഘം ഇപ്പോഴും ഈ പരിശോധന നടത്തുകയും ചെയ്യുന്നത്. കരുവന്നൂർ ബാങ്കിലെ ഈ സഹകരണ ബാങ്കുകളിലേക്ക് പണം മാറ്റിയതുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. കേസിലെ 1ാം പ്രതി സതീശൻ 500 കോടിയുടെ ഇടപാട് നടത്തിയിട്ടുണ്ട്. അതിൽ കരുവന്നൂരിലെ പണമുണ്ട്. അത് മാത്രമല്ല, മറ്റു ബിനാമി പണങ്ങളും ഉണ്ട് എന്നാണ് ഇപ്പോൾ ED പറയുന്നത്. സതീശൻ ഒരു മാനേജർ പോലെ ഇടപെടുന്ന ഒരു രീതിയാണ് ഈ ഒരു ഇടപാടുകളിലൊക്കെ തന്നെ കാണാൻ സാധിച്ചത് എന്നാണ് EDയുടെ ഒരു നിരീക്ഷണം. അത് മാത്രമല്ല, തൃശ്ശൂരിൽ റെയ്ഡ് നടത്തുന്ന അനിൽകുമാർ എന്നൊരു വ്യക്തിയുടെ വീട്ടിലും ഇന്ന് റെയ്ഡ് നടത്തിയിരുന്നു. അവിടെ 18.5 കോടി രൂപ കരുവന്നൂർ ബാങ്കിൽ തട്ടിയെടുത്തത് അനിൽകുമാർ ആണ് എന്നാണ് ഇപ്പോൾ EDയുടെ കണ്ടെത്തൽ. അതിൽ 1 രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല. ഏകദേശം ഈ പണം തിരിച്ചടയ്ക്കാതെ മുങ്ങി നടക്കുകയും 8 വർഷമായി ഒളിവിൽ കഴിയുകയും ചെയ്തു. എന്നിട്ടും പോലും ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ചിട്ട് CPMുമായി ഉന്നത ബന്ധമുള്ളതുകൊണ്ട് ഈ അനിൽകുമാറിനെ പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ ED എത്തിയിട്ടുള്ളത്. എന്നാലും കരുവന്നൂർ കേസിലെ 2ാം പ്രതി കിരണുമായി ദീപകിന്റെ ബന്ധമാണ് ഇപ്പോൾ ദീപകിന്റെ വീട്ടിലേക്കും ഇത്തരത്തിൽ ഒരു അന്വേഷണം അല്ലെങ്കിൽ ഒരു റെയ്ഡ് നടത്തുന്നത്. ദീപക് ഏകദേശം 5.5 കോടി രൂപ വെളുപ്പിക്കാനായി 9 പേപ്പർ കമ്പനികൾ തുടങ്ങിയിരുന്നു. അത് മാത്രമല്ല, കരുവന്നൂർ ബാങ്കിൽ ബിനാമി പേരുകളിൽ ദീപക് ലോൺ എടുത്തു എന്ന വിവരവും ED ശേഖരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴും ഇത്തരത്തിലുള്ള പരിശോധനകൾ പുരോഗമിക്കുകയാണ്. പരിശോധന ഏകദേശം രാത്രി വൈകുമെന്നാണ് നമുക്ക് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ നിർണായകമായ പരിശോധനയാണ് ഇപ്പോഴും തുടരുന്നത്. നാളെ മുൻ മന്ത്രി AC മൊയ്തീനെ അടക്കം വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. അറസ്റ്റിലേക്ക് തന്നെ നീങ്ങുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരം. അപർണ. HV നന്ദകുമാർ വിവരങ്ങൾ നൽകിയത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ മുൻ ബോർഡംഗങ്ങളുടെ ആരോപണങ്ങൾ തള്ളി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ബോർഡംഗങ്ങൾ പലതും പറയും. കേസിൽ ഗൌരവപൂർവ്വമായ പരിശോധന നടത്തി ED ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. മന്ത്രിസഭാ പുനഃസംഘടന CPM ആലോചിച്ചിട്ടില്ലെന്നും MV ഗോവിന്ദൻ കണ്ണൂരിൽ പറഞ്ഞു. കരുവന്നൂരിൽ ED പരിശോധന നടത്തട്ടെ എന്ന് സഹകരണ മന്ത്രി VN വാസവനും. അവർക്ക് പരിശോധിക്കാൻ അവകാശമുണ്ട്. TVയിലും പത്രത്തിലുള്ള വിവരങ്ങൾ മാത്രമേ തനിക്കറിയാവൂ. കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞ ശേഷം ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് VN വാസവൻ കോട്ടയത്ത് പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പിൽ AC മൊയ്തീൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്കെതിരെ ആരോപണങ്ങളുമായി കൂടുതൽ മുൻ ഭരണസമിതി അംഗങ്ങൾ രംഗത്ത്. വലിയ വായ്പകൾ നൽകിയത് ഭരണസമിതി അറിയാതെയാണെന്ന് CPI നോമിനിയായിരുന്ന മിനി നന്ദനും CPM നോമിനിയായ അമ്പിളി മഹേഷും ആരോപിച്ചു. തട്ടിപ്പ് നടത്തിയവരുടെ കണക്കുകൂട്ടൽ തെറ്റിച്ചത് നോട്ട് നിരോധനമാണെന്ന് പറഞ്ഞ മറ്റൊരു മുൻ ഭരണസമിതി അംഗമായ മഹേഷ് കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ആവശ്യവും മുന്നോട്ട് വെച്ചു. ചെയ്യാത്ത തെറ്റിനാണ് 2 മാസം ജയിലിൽ കിടന്നതെന്നായിരുന്നു CPM നോമിനിയായിരുന്ന അമ്പിളി മഹേഷിന്റെ പ്രതികരണം. കേസിൽ പാർട്ടി ചതിച്ചെന്ന് പറയാനും അമ്പിളി മടിച്ചില്ല. കേസിൽ തങ്ങളെപ്പോലുള്ളവരെ കുടുക്കി യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നതെന്നും അമ്പിളി ആരോപിച്ചു. ഞങ്ങൾ പ്രതി ചേർക്കപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇതറിയുന്നത്. ഈ പരാതി ഞങ്ങളുടെ പേരിലല്ല അവിടെ പരാതി ഉള്ളത്, അസിസ്റ്റന്റ് സെക്രട്ടറി പേരിലേക്ക് പരാതിയാക്കി. കരുവന്നൂർ ബാങ്കിൽ നടന്നത് ശുദ്ധ തോന്നിയാസങ്ങളാണെന്ന് CPI നോമിനിയായിരുന്ന മിനി നന്ദൻ പറഞ്ഞു.
വലിയ വായ്പകൾ നൽകിയതൊന്നും ഭരണസമിതി അറിഞ്ഞിട്ടില്ല. മിനിറ്റ്സിൽ ഒപ്പിട്ടു എന്നൊരു തെറ്റു മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്നും മിനി പറഞ്ഞു. ബാങ്കിൽ നടന്ന ശുദ്ധ തോന്നിവാസമാണ്. ആദ്യം തന്നെ ആ പ്രസിഡന്റിന് ഒരു കഴിവുണ്ടായിരുന്നില്ല. ആളും മിണ്ടാതെ ഹഹാൻ ചിരിച്ച് ഒപ്പിട്ട് പോകാൻ ആളുണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറം ആളുടെ കഴിവുണ്ടായിരുന്നെങ്കിൽ ഈ തട്ടിപ്പ് നടക്കില്ലല്ലോ. പ്രസിഡന്റാണ് ഇതെല്ലാം നോക്കേണ്ടത്. ബാക്കിയുള്ള ഭരണസമിതി ആൾക്ക് താഴെ വരുന്ന ആൾക്കാരല്ലേ. ആൾ ഒരു കാര്യം അന്വേഷിക്കാതെ ആളാണ് ശരിക്കും പറഞ്ഞാൽ പ്രസിഡന്റും സെക്രട്ടറിയും കൂടിയാണ് ഇത് മുഴുവൻ ചെയ്തുണ്ടാക്കിയത്. തട്ടിപ്പ് വിവരം പുറത്തുവരും മുൻപ് ഇതിനെക്കുറിച്ച് എല്ലാ CPM നേതാക്കൾക്കും പരാതി നൽകിയിരുന്നുവെന്ന് CPM നോമിനിയായ മുൻ ഭരണസമിതി അംഗം മഹേഷ്. തട്ടിപ്പ് നടത്തിയവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചത് നോട്ടു നിരോധനമാണെന്നും മഹേഷ് പറഞ്ഞു. ഈ മിനിറ്റ്സിൽ ഒപ്പിട്ടു നമുക്ക് പറയാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ രേഖയൊന്നുമില്ല. ഇപ്പോഴും ഞങ്ങളോട് രേഖ ഇപ്പൊ ഞങ്ങളുടെ കയ്യിൽ ഒരുപതുണ്ട്. കാരണം അറിയോ, ഇത് പത്രങ്ങളിൽ വന്നതും നമുക്കിപ്പോ അന്ന് പറയാൻ നമുക്ക് പറ്റില്ല. കാരണം ഇപ്പൊ നമ്മള് 2 മാസം കൂടി കഴിഞ്ഞ് കാലാവധി കഴിഞ്ഞു. അപ്പോഴാണ് പൂട്ടിയത്. അത് അവർക്ക് വേണം. കാരണം അപ്പോഴേക്കും ഇത് കൈവിട്ടു പോയി. കേസ് അന്വേഷണത്തിൽ കൂടുതൽ ബാങ്കുകളിൽ ക്രമക്കേടുകൾ നടന്നതായി ED കണ്ടെത്തിയിട്ടുണ്ട്. ഇതിലെല്ലാം മുഖ്യപ്രതി P സതീഷ് കുമാറാണെന്നാണ് ED കണ്ടെത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ സമാനമായ വെളിപ്പെടുത്തലുകൾ ഇനിയും ഉണ്ടായേക്കും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നിയമസഭാ കയ്യാങ്കളി കേസിൽ അന്നത്തെ ഭരണപക്ഷ MLA-മാർക്കെതിരെ കേസെടുക്കാൻ ശുപാർശ. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് ക്രൈംബ്രാഞ്ചിന് ശുപാർശ നൽകിയത്. MA വാഹിദ്, ശിവദാസൻ നായർ എന്നിവർക്കെതിരെയാണ് പ്രത്യേകം കേസെടുക്കാൻ ശുപാർശ നൽകിയത്. ഇടത് വനിതാ MLA-മാരെ തടഞ്ഞുവെച്ച് കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിലാണ് നടപടി. ഈ മാസം 21-ന് CJM കോടതിയിൽ ക്രൈംബ്രാഞ്ച് ഇക്കാര്യം അറിയിക്കും. ആനക്കൊമ്പ് കേസിൽ പെരുമ്പാവൂർ കോടതിയിലെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നടൻ മോഹൻലാൽ സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. 6 മാസത്തേക്കാണ് സ്റ്റേ. കേസിൽ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് മോഹൻലാൽ നൽകിയ ഹർജി മജിസ്ട്രേറ്റ് കോടതി തള്ളുകയും നവംബറിൽ നേരിട്ട് ഹാജരാകാൻ മോഹൻലാൽ അടക്കമുള്ളവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. നിപ്പയിൽ ആശങ്കയകലുന്നു. 61 പേരുടെ ഫലങ്ങൾ കൂടി നെഗറ്റീവായി. മരിച്ചയാളുമായി അടുത്ത സമ്പർക്കമുണ്ടായിരുന്ന വ്യക്തിയുടെ ഫലവും നെഗറ്റീവാണ്. ജില്ലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം തുടരും. കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് സംഘം നിപ്പ ബാധിത പ്രദേശങ്ങളിൽ പരിശോധന നടത്തുകയാണ്. കണ്ടെയ്ൻമെന്റ് സോണിൽ അടച്ചിട്ട റോഡുകൾക്ക് ബദൽ സംവിധാനം ഒരുക്കുമെന്നും പോലീസ് ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നതായും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. S വിനേഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് 2ാം ഘട്ട നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായാണ് നടക്കുന്നത്. സമ്പർക്ക പട്ടികയിൽ ഇതുവരെയുള്ളതിൽ 200 ചില്ലാനം ആളുകൾക്ക് നെഗറ്റീവായി എന്നുള്ളത് നേരിയ ആശ്വാസം നൽകുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഈ നിപ്പ ബാധിച്ച് മരിച്ചവരുമായി നേരിട്ട് സമ്പർക്കമുള്ളതാണ്. ഇന്ന് മാത്രം 71 ആളുകൾക്കാണ് നെഗറ്റീവായിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളുടെ പരിശോധന നടത്തും. 1500ഓളം ആളുകളാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഈ നിപ്പ ബാധിച്ചവർ പോസിറ്റീവായവരുമായി നേരിട്ട് സമ്പർക്കമുണ്ടായിരുന്ന എല്ലാവരുടെയും പരിശോധന നടത്താൻ തന്നെ, എല്ലാവരെയും പരിശോധിക്കാൻ തന്നെയാണ്, അതായത് നിപ്പ ടെസ്റ്റ് നടത്താൻ തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ഒപ്പം തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിലും ഊർജിതമായി നടക്കും. ഈ നിയന്ത്രണങ്ങൾ തുടരുക തന്നെ ചെയ്യും. അതായത് നിലവിലെ സാഹചര്യത്തിൽ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അവശ്യ സാധനങ്ങളുടെ കടകൾക്ക് മാത്രമാണ് തുറക്കാനുള്ള അനുമതിയുള്ളത്. അതും രാവിലെ 9 മുതൽ 5 വരെ. വാഹനങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമാണ് കടത്തിവിടുന്നത്. വാഹനങ്ങൾ ഈ കണ്ടെയ്ൻമെന്റ് സോണിലൂടെ ചെറുകിട റോഡുകളിലൂടെ വാഹനങ്ങൾ അനുവദിക്കുന്നില്ല. പക്ഷേ ഹൈവേകളിൽ ചില ഇളവുകളുണ്ട്. ഒപ്പം തന്നെ ഈ മലപ്പുറത്തേക്കും മറ്റും പോകുന്നതിന് കൂടുതൽ മറ്റ് ബദൽ സംവിധാനങ്ങൾ, ബദൽ റോഡുകളുടെ ഒരു സംവിധാനം ഏർപ്പെടുത്തും എന്നാണ് മന്ത്രി വീണ ജോർജും മുഹമ്മദ് റിയാസും വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ 2ാം കേന്ദ്ര സംഘം ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ള വിദഗ്ധരാണ് പരിശോധനയ്ക്ക് എത്തിയത്. നിപ്പയുടെ ഉറവിടം കണ്ടെത്തുക എന്നുള്ളതാണ് ആദ്യഘട്ടം. പരിശോധന ആരംഭിച്ചു. ജാനകിക്കാട്ടിലും ഒപ്പം തന്നെ ഈ നിപ്പ റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇത് വവ്വാലിൽ നിന്ന് തന്നെയാണോ ഇതിന്റെ നിപ്പ വൈറസ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിലും തുടരും. എന്തായാലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള സംഘം കഴിഞ്ഞ ദിവസം മടങ്ങിയതിന് പിന്നാലെയാണ് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നുള്ള സംഘം എത്തിയിട്ടുള്ളത്. എന്തായാലും കൂടുതൽ പഠനങ്ങളും പരിശോധനകളും വരും ദിവസങ്ങളിലും തുടരും. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ചികിത്സയിലുള്ള 4 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ പോസിറ്റീവായ വ്യക്തിയെ പരിചരിച്ച ആരോഗ്യ പ്രവർത്തക ഉൾപ്പെടെ ഉൾപ്പെടുന്നുണ്ട്. അവരും നെഗറ്റീവാണ്. അതുകൂടാതെ നമ്മൾ സംശയിച്ച മറ്റൊരാൾ 2ാമത് പോസിറ്റീവായ വ്യക്തിയുടെ, അതായത് ഹാരിസിന്റെ 11-ാം തീയതി മരിച്ച വ്യക്തിയുടെ വളരെ വളരെ അടുത്തൊരു ക്ലോസ് കോണ്ടാക്ട് ആണ്.
ആ വ്യക്തിയും നെഗറ്റീവാണ് എന്നുള്ളതാണ്. അപ്പോൾ വാസ്തവത്തിൽ അത് ഒരു നല്ല കാര്യമായി, പ്രത്യേകിച്ച് ഈ ഔട്ട് ബ്രേക്കിൽ അതൊരു നല്ല ആശ്വാസമാണ് നൽകുന്നത്. എന്തായാലും ഈ നിയന്ത്രണങ്ങളെല്ലാം തന്നെ വരും ദിവസങ്ങളിലും തുടരാൻ തന്നെയാണ് തീരുമാനം. സ്കൂളുകൾക്കുള്ള അവധിയും ഓൺലൈൻ ക്ലാസുകൾ പതിവ് പോലെ നടക്കുന്നുണ്ട്. എന്തായാലും ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി വരും ദിവസങ്ങളിലും മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. ക്യാമറാമാൻ ശ്രീജിത്ത് ശ്രീകല്ലിമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. SSLC പരീക്ഷകൾക്ക് മാർച്ച് 4 തുടക്കമാകും. പരീക്ഷകൾ മാർച്ച് 23 അവസാനിക്കും. IT പരീക്ഷകൾ ഫെബ്രുവരി 1 മുതൽ 14 വരെ നടക്കും. ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് 1 ആരംഭിച്ച് 26 അവസാനിക്കും. പരീക്ഷാ മൂല്യനിർണ്ണയം ഏപ്രിൽ 3 മുതൽ 17 വരെ നടക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. 2024 ജനുവരി 17 മുതൽ ജനുവരി മാസം 29 വരെ. സംസ്ഥാന സ്കൂൾ കലോത്സവം ഫെബ്രുവരി 4 മുതൽ 8 വരെ കൊല്ലത്ത്. സ്കൂൾ കായികമേളയ്ക്ക് തൃശൂർ വേദിയാകും. അടുത്ത മാസം 16 മുതൽ 20 വരെയാണ് സ്കൂൾ കായികമേള. സ്പെഷ്യൽ സ്കൂൾ കലോത്സവം നവംബറിൽ എറണാകുളത്ത് നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഭൂമി പണയം വെക്കാനുള്ള കാർഷിക സർവകലാശാലയുടെ തീരുമാനം തിരുത്തും. ഉത്തരവ് വിവാദമായതിനു പിന്നാലെയാണ് അത് തിരുത്താൻ വൈസ് ചാൻസലർ നിർദ്ദേശിച്ചത്. വിവാദത്തിന് കാരണം ഉത്തരവിലെ വ്യക്തത കുറവാണെന്നാണ് വിസിയുടെ വിശദീകരണം. ഉത്തരവ് വിവാദമായതോടെ കൃഷിമന്ത്രി വിശദീകരണം തേടി. വൈസ് ചാൻസലർ ഇന്ന് കൃഷിമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് 18 ഇംപാക്ട്. AI ക്യാമറ നടപ്പാക്കിയതിൽ അഴിമതി ആരോപിച്ച് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കുന്നു. പ്രതിപക്ഷ നേതാക്കളായ VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരുടെയും സംസ്ഥാന സർക്കാരിന്റെയും വാദമാണ് ഹൈക്കോടതി കേൾക്കുക. പദ്ധതി സ്ഥാപിച്ചത് സാമ്പത്തിക നേട്ടം നോക്കിയല്ല, അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നും സർക്കാർ സത്യവാങ്മൂലത്തിലൂടെ കോടതിയെ അറിയിച്ചിരുന്നു. പദ്ധതിയിൽ കോടതിയെ അറിയിക്കാതെയും മുൻകൂർ അനുമതി തേടാതെയും കരാറുകാർക്ക് പണം നൽകരുതെന്ന് ഡിവിഷൻ ബെഞ്ച് സർക്കാരിനോട് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഭൂമിക്ക് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ വിവരങ്ങൾ അയച്ച് ആദിത്യ L1 സ്റ്റെപ്സ് എന്ന പേലോഡാണ് ഊർജ്ജ കണികളെക്കുറിച്ച് വിവരങ്ങൾ നൽകിയത്. ഭൂമിയിൽ നിന്ന് 50,000 കിലോമീറ്റർ ദൂരത്ത് കാന്തിക മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള വിവരങ്ങളാണ് ആദിത്യ നൽകിയത്. നാളെ രാവിലെയാണ് ആദിത്യ L1 പോയിന്റിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. കൂടുതൽ വാർത്തകൾ ചുരുക്കത്തിൽ. സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ED പരിശോധന നടക്കട്ടെ എന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും കാനം. മന്ത്രിസഭാ പുനഃസംഘടന നേരത്തെ തീരുമാനിച്ചതാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. KB ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനവും മുൻ നിശ്ചയിച്ചതാണെന്നും കാനം. മുഖ്യമന്ത്രിയുടെ മൗനത്തെ ന്യായീകരിച്ചും കാനം രാജേന്ദ്രൻ. ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി പറയുന്നുണ്ടെന്നും കാനം പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധി ഉണ്ടാക്കിയതിന് ഒന്നാം പ്രതി തോമസ് ഐസക്കാണെന്ന് VD സതീശൻ. ഐസക്കിന്റെ കാലഘട്ടത്തിൽ വരുത്തിവെച്ച ദുരന്തങ്ങളാണ് ഇന്ന് മഹാദുരന്തമായി മാറിയതെന്നും സതീശൻ. ആലുവയിൽ 8 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി ക്രിസ്ത്യൻ രാജിനെ റിമാൻഡ് ചെയ്തു. എറണാകുളം പോക്സോ കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത്. പ്രതിയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിച്ചിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കുടലിന് 1.5 കിലോമീറ്റർ നീളമുണ്ടെന്ന പരാമർശം ട്രോളാക്കിയതിൽ മറുപടിയുമായി ചാണ്ടി ഉമ്മൻ. അപ്പ മരിച്ച സമ്മർദ്ദത്തിലുണ്ടായ നാക്കുപിഴവായിരുന്നു അതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. പൊതുപ്രവർത്തകൻ ഗിരീഷ് ബാബു മരിച്ച നിലയിൽ കളമശ്ശേരിയിലെ വീട്ടിൽ മുറിക്കുള്ളിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മാസപ്പടി വിവാദം, ദുരിതാശ്വാസ നിധി തട്ടിപ്പ്, പാലാരിവട്ടം പാല അഴിമതി അടക്കം പല സുപ്രധാന കേസുകളിലെ ഹർജിക്കാരനാണ് ഗിരീഷ് ബാബു. ഇനി ഇന്നത്തെ സ്വർണ്ണം വെള്ളി പ്ലാറ്റിനം നിരക്ക്. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണ്ണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 5495 രൂപ, പവന് 43,960, വെള്ളി ഗ്രാമിന് 78, കിലോയ്ക്ക് 78,000, പ്ലാറ്റിനം ഗ്രാമിന് 3,369, ഔൺസിന് 1,04,788 രൂപയും. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണ്ണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. പൂർണ്ണമാകുന്ന ന്യൂസ് അപ്ഡേറ്റ്സ്. കൂടുതൽ വാർത്തകൾക്ക് വിശദാംശങ്ങൾക്കും കാണുക മലയാളം.news18.com.